ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇതിനു മുൻപിട്ട വീഡിയോയിലൊന്നും ഞാൻ ആരാണെന്നോ എന്നെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനോ ഒന്നും ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ളതാണ് ഈ വീഡിയോ. എൻ്റെ പേര് ദീപ്തി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഇവരാണ് എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. 2002 എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ദിൽജോയ് എന്നാണ്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. 2002 ഡിഗ്രി അവസാനിച്ച ഉടനെ തന്നെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 2003 എനിക്ക് ഒരു മകൻ പിറന്നു. അവൻ്റെ പേര് നിവേദ് കൃഷ്ണ എന്നാണ്. അവനൊരു 10 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ BEd ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഖത്തറിലേക്ക് വരുന്നത്. ഖത്തറിൽ വന്ന് 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു മകൾ കൂടി പിറന്നു. അവളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ. പിന്നെ മോനെ സ്കൂളിൽ ചേർത്തിട്ട് സമയമായപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു, ഞാനും മക്കളും. അങ്ങനെ അവനെ ചേർത്തിയത് ചന്ദ്രാപിന്നിയിലെ SN വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ഒരു CBSE സ്കൂളാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പ്രശസ്തമായിട്ടുള്ളൊരു സ്കൂളാണ് SN വിദ്യാഭവൻ. അങ്ങനെ അവനെ ചേർത്തിയ ഉടനെ തന്നെ ഞാനും അവിടെ മലയാളം അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നീട് അവിടെ നിന്നും ഞങ്ങളുടെ കൊടുങ്ങല്ലൂരുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ എന്നാണ് കേട്ടോ സ്കൂളിൻ്റെ പേര്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അവിടുത്തെ ശരിക്കും SN വിദ്യാഭവനുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളൊരു സ്കൂളായിരുന്നു അവിടെ. SN വിദ്യാഭവനിലൊരു ട്രഡീഷണൽ രീതിയിലുള്ള പഠന രീതിയായിരുന്നെങ്കിൽ ഇവിടെ കൂടുതൽ കുട്ടികൾക്ക് ക്രിയാത്മക പഠനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ 2025 മാർച്ച് വരെയും ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. പിന്നീട് താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ അധ്യാപനം നിർത്തിവെച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ ഇനി ഫ്രീ ആയിട്ട് കുറച്ച് ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പം മക്കളൊക്കെ ഒരുപാട് വളർന്നു വലുതായി. മകനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. മോളിപ്പോൾ രാജഗിരി കോളേജ് കളമശ്ശേരിയിൽ BCom വിത്ത് ACCA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ കുറച്ച് നാളിനി നമുക്കൊരു ഫ്രീ ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഖത്തറിൽ വന്നിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദിൽജോയ് എന്നാണ് കേട്ടോ. അത് പറഞ്ഞോ എന്നെനിക്ക് ഓർമ്മയില്ല. എന്നാലും അങ്ങനെ ഇപ്പോൾ ഖത്തറിൽ കുറച്ച് നാളായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. റെക്കോർഡിങ്ങിലൊക്കെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ, സദയം ക്ഷമിക്കുക. അപ്പം നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ.